സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് വ്യാഴാഴ്ച അല്ലേ? അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ മെസ്സേജ് നോക്കാമെന്ന് വിചാരിച്ചു. 2 കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ 3 കാർഡ് വന്നു. അപ്പോൾ എന്തായാലും 3 കാർഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് പറയണത് ഇറ്റേണൽ ഡിവോഷൻ എന്നുള്ളതാണ്. ഇറ്റേണൽ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ഭക്തി. അതായത് നമ്മൾ ഭഗവാന്റെ കൃഷ്ണലീലയിൽ മുഴുകുമ്പോൾ അതിലുണ്ടാവുന്ന ശാശ്വതമായ ഇറ്റേണലായിട്ടുള്ള ആ ഡിവോഷൻ, ആ ഭക്തി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമെന്നാണ് ഇവിടെ പറയണത് കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഭഗവാനും ഭക്തനും അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ദിവ്യമായ ഭഗവാനോടുള്ള പ്രേമം, ഭഗവാന് ഭക്തരോടുള്ളതും ഭക്തന് കൃഷ്ണനോടുള്ള പ്രേമം, അതിനെ നിങ്ങൾ ആഘോഷിക്കൂ. ആ ഇറ്റേണൽ കണക്ഷനെ, ആ ശാശ്വതമായ ബന്ധത്തെ നിങ്ങൾ എംബ്രേസ് ചെയ്യൂ, ആലിംഗനം ചെയ്യാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ഇറ്റേണൽ ഡിവോഷൻ എന്നുള്ളത്. രണ്ടാമത്തെ കാർഡ് ദ ഡിവൈൻ പ്ലേഫുൾനെസ്. ഭഗവാന്റെ കൃഷ്ണലീല കുസൃതി നിറഞ്ഞ ഭഗവാന്റെ കൃഷ്ണലീലകളാണ്. അതിനെക്കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ അതിനിവിടെ സമയം പോരാ, ഒരുപാടുണ്ട്. വൃന്ദാവനത്തിലെ ഭഗവാന്റെ ലീലകളും രാസലീലകളും ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള കൃഷ്ണൻ്റെ ബാലലീലകൾ, രാസലീലകൾ, അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം, വല്ലാത്തൊരു പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് അത് നമുക്ക് കൊണ്ടുതരും. ആ ഒരു സ്പോണ്ടേനിയസ് മൂമെൻറ്റിനെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളതിനെ എക്സ്പീരിയൻസ് ചെയ്യൂ എന്നുള്ളതാണ് ഡിവൈൻ പ്ലേഫുൾനെസ് എന്ന് പറയണത്. പിന്നത്തെ കാർഡ് ദ ഡിവൈൻ സെലിബ്രേഷൻ. ആ ഭഗവാന്റെ കൃഷ്ണലീലയിൽ നമ്മൾക്ക് ആഘോഷിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ആ ഒരു പ്രത്യേകമായൊരു സന്തോഷമുണ്ട്. അത് അവർണ്ണനീയമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ആ ഒരു ഭഗവാന്റെ ആ കൃഷ്ണലീലയിൽ മുഴുകുമ്പോഴുണ്ടാവുന്ന ആ ഒരു ദിവ്യമായ ആ ഒരു ജോയ്, ആ ജോയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതുമൂലം നമ്മൾക്ക് ജീവിതത്തിൽ വരുന്ന അബണ്ടൻസിനെയും നമ്മൾ കാണാനായിട്ട് ശ്രമിക്കൂ എന്നുള്ളതാണ് മൂന്നാമത്തെ കാർഡ് ദ ഡിവൈൻ സെലിബ്രേഷൻ എന്നുള്ള പറയണത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഭഗവാൻ കൃഷ്ണൻ്റെ 3 മെസ്സേജുകൾ. താങ്ക് യു.